खोए हुए बातों को वापस देने वाला परमेश्वर है हमारा परमेश्वर. He is a God of restoration. ഇന്ന് ഈ ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ നഷ്ടമായതിനെ തിരികെ തരുന്ന ദൈവം, ജീവിക്കുന്ന ദൈവം. आज ये आराधना का बीच में जो कुछ आपको नष्ट हुआ वापस देने वाला प्रभु हमारा प्रभु है. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ വചനത്തിൽ നിന്ന് കേട്ടതുപോലെ ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കും, ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം മുഴുവൻ അനുഗ്രഹത്തിൻ്റെ വചനങ്ങളാണ്. പിന്നെ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? जैसे हम लोग प्रभु का वचन से हम लोग सुन रहा था, हमारा प्रभु आशीष देने वाला परमेश्वर है, फिर क्यों मेरा जीवन में इसी प्रकार का समस्या होते जा रहा है? നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ പണിയുവാൻ വേണ്ടി നമ്മളെ ഭൂമിയിൽ ദൈവമാക്കിയിരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവിക ഉദ്ദേശം നമ്മൾ ഈ ദൈവത്തെ അറിയുക, നമ്മൾ ദൈവത്തെ പിൻപറ്റുക, നമ്മൾ നിത്യത ദൈവത്തോടൊപ്പം ചിലവഴിക്കുക. ഇതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. हमें परमेश्वर ने दुनिया में इसलिए रखा गया, परमेश्वर का योजना ये है हम परमेश्वर का वचन को अनुसार चले, परमेश्वर का योजना हमारा जीवन में पूरा हो जाए और परमेश्वर का विधि के अनुसार चले. അങ്ങനെ ദൈവത്തെ അറിയുവാൻ വേണ്ടി ആ ദൈവത്തെ സ്വീകരിക്കുവാൻ വേണ്ടി നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹത്തെയാണ് പ്രദർശിപ്പിക്കുന്നത്. कभी कभी हमारा बीच में हमारा जीवन में कई प्रकार का समस्या हमारा जीवन में आ जाते हैं. हम क्यों ये समस्या प्रभु देता है, इसका उद्देश्य है हम इस समस्या के द्वारा परमेश्वर को जाने. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ മനസ്സിലാക്കുന്നു. परमेश्वर का वचन इसी प्रकार कहते हैं, परमेश्वर हमसे प्यार करते हैं, इसलिए नाना प्रकार का समस्या हमारा जीवन में आ जाते हैं. ദോഷമായിട്ട് നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത നമ്മുടെ ദൈവം, हमारा परमेश्वर बुराई के लिए कुछ भी नहीं करते हैं. നമ്മുടെ നഷ്ടമായതിനെ തിരികെ തരുന്ന, മടക്കി തരുന്ന ദൈവം. जो कुछ हमसे नष्ट हुआ वो सब कुछ वापस देने वाला परमेश्वर. ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക. परमेश्वर का इच्छा यह है हम प्रभु का निकट में चले जाए, നമ്മൾ ദൈവിക സാന്നിധ്യം അനുഭവിക്കുക, हम परमेश्वर का उपस्थिति को महसूस करें, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുക, हम परमेश्वर से प्यार करें, നമ്മൾ ദൈവിക സ്നേഹം അനുഭവിക്കുക. हम परमेश्वर का प्रेम को चख ले. പഴയ നിയമത്തിൽ അബ്രഹാം എന്ന മനുഷ്യനെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. पुराने नियम में अब्राहम नाम का एक व्यक्ति को परमेश्वर ने चुन लिया. സാധാരണക്കാരനായ ഒരു മനുഷ്യൻ. अब्राहम जो एक साधारण एक व्यक्ति था. നമ്മളെ ഓരോരുത്തരെയും പോലെ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, വലിയ ഭക്തനെന്നൊന്നും അദ്ദേഹത്തെ പറ്റി എഴുതിയിട്ടില്ല. हमारे और आपका जैसे साधारण व्यक्ति था, वो बड़ा धर्मी करके नहीं बताया गया था. എന്തിനാണ് ഈ സാധാരണക്കാരനായ അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തത്? साधारण व्यक्ति अब्राहम को परमेश्वर ने क्यों चुन लिया? അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. परमेश्वर ने अब्राहम से कहा था मैं तुझे आशीष दे दूंगा. എന്തിനാണ് ദൈവം അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നത്? क्यों परमेश्वर अब्राहम को आशीष देना? ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു, ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നത് നീ ഒരു അനുഗ്രഹമാകുവാൻ വേണ്ടിയാണ്. उत्पत्ति 12 अध्याय में लिखा है मैं इसलिए आपको आशीष देता हूं क्योंकि तुम आशीषित हो जाए, दूसरों को आशीष दे. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത് നമ്മൾ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാകുവാനാണ്. परमेश्वर हमें इसलिए आशीष देता है हम दूसरों को आशीष का कारण बने. നമ്മൾ നമ്മുടെ കുടുംബത്തിന് അനുഗ്രഹമാകണം. हम हमारा परिवार के लिए एक आशीष का कारण बने. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ അനുഗ്രഹമാകണം. हमारा बच्चों के लिए हम एक आशीष का कारण बने. ചെറുപ്പത്തിൽ ഒരു കൂട്ടുകാരൻ തൻ്റെ പിതാവിനെ പറ്റി പറഞ്ഞ ഒരു കാര്യം അനേക വർഷങ്ങൾക്ക് ശേഷവും ഇന്നും മറന്നിട്ടില്ല. बचपन में एक लड़का अपने बचपन का समय में बताया वो एक कहानी अपने घर के बारे में जो बताया वो बात है अभी भी मैं याद करता हूँ. അങ്ങനെ ഒരു മകനും പറയാൻ പാടില്ല. ऐसे कोई भी बच्चा इसी प्रकार नहीं कहना है. മദ്യപാനിയായ തൻ്റെ പിതാവിനെ പറ്റി ആ മകൻ പറയുകയാണ്, എല്ലായിടത്തും ആളുകൾ മരിക്കുന്നുണ്ടല്ലോ, ഇയാളെന്താ മരിക്കാത്തത്? वो लड़का ने इसी प्रकार अपने पापा के बारे में बताया, मेरा पापा पियकड़े हर जगह में पियकड़ वाला मर जाते हैं, मेरा पापा क्यों नहीं मरते हैं? പ്രിയമുള്ളവരെ, നമ്മൾ നമ്മളുടെ കുടുംബത്തിന് അനുഗ്രഹമാകണം. मेरा प्यारो, हम अपने परिवार के लिए आशीष का कारण बनना है. നമ്മളെ അറിയുന്നവർക്ക് നമ്മളൊരു അനുഗ്രഹമാകണം. जिनको हम जानते हैं उनके लिए आशीष का कारण बनना है. നമ്മൾ
എവിടെയാണോ ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത് അവിടെ മറ്റുള്ളവർക്ക് വേദന, അവർക്ക് ആങ്സൈറ്റി കൊടുക്കുന്നവരാകണമെന്നല്ല, മറിച്ച് അവർക്ക് അനുഗ്രഹമാകണം. അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. जहां परमेश्वर ने हमें खड़ा किया है उसी जगह में हम दूसरों को वेदना देते हुए जीवन बिताने के लिए नहीं, बल्कि दूसरों के लिए आशीष का कारण बनने के लिए परमेश्वर हमें नियुक्त किया है. Today we are talking about the God of restoration. നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റി നമ്മളെ ഒരു അനുഗ്രഹമാക്കുവാൻ കഴിയുന്ന ദൈവിക സന്ദേശം നമ്മൾ കേൾക്കുകയാണ്. आज हम लोग पुनर्स्थापना करने वाला परमेश्वर के बारे में, अगर आपका जीवन में कहीं भी कुछ त्रुटियां गिरावट आ गया है तो परमेश्वर उसको वापस देने के लिए चाहते हैं. സദൃശ്യവാക്യങ്ങൾ അതിന്റെ 20-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, വീഞ്ഞ് പരിഹാസിയും മദ്യം കലഹക്കാരനുമാകുന്നു, അതിനാൽ ചാഞ്ചാടി നടക്കുന്ന ആരും ജ്ഞാനിയാകയില്ല. नीति वचन 20 अध्याय उसका पहला आयत में लिखा है, दाकमतु टट्टा करने वाला और मदिरा हल्ला मचाने वाली है, जो कोई उसके कारण चुप करता है वो बुद्धिमान नहीं. ഈ മദ്യം കൊണ്ട് എന്ത് ലാഭം ഉണ്ടാകുന്നേ? दाकमधु से यानी दारू से क्या फायदा है? ഈ ഡ്രഗ് ഉപയോഗിക്കുന്നത് കൊണ്ട് എന്താ ലാഭം? नशा इस्तेमाल करने से क्या फायदा है? അതിനെക്കുറിച്ച് ഉള്ള ഡിസ്ക്രിപ്ഷൻ നമ്മളിവിടെ വായിക്കുകയാണ്. उसके बारे में विवरण हम लोग इधर देख रहा है. വീഞ്ഞ പരിഹാസിയാണ്. दाकमधु टट्टा करने वाला അത് है. നമ്മളെ ഒരു പരിഹാസിയാകുന്നതിലേക്ക് നയിക്കുകയാണ്. मधु जो है, मदिरा जो है, हमें दूसरों का सामने निंदा की ओर हमें ले जाते हैं. മറ്റുള്ളവർ നമ്മളെ പരിഹസിക്കുന്നതിന് കാരണമാവുകയാണ്. दूसरे लोग हमें टट्टा करवाने के लिए हम लोग योजना बनाते हैं. മദ്യം കലഹക്കാരനാണ്. दाकमधु मदिरा जो है हल्ला मचाने वाला അത് है. വീട്ടിൽ കലഹം ഉണ്ടാക്കുന്നു. मदिरा जो है हमारे घर में हल्ला मचाते हैं നാട്ടിൽ കലഹം ഉണ്ടാക്കുന്നു. और देश में हल्ला मचाते हैं. ആളുകൾ തമ്മിൽ ബഹളം. आपस में हल्ला मचाते हैं. വീട്ടിൽ കിടന്നുറങ്ങേണ്ട ആള് റോഡ് സൈഡിൽ കിടന്നുറങ്ങുന്നു. जो व्यक्ति घर के अंदर अच्छा से सोना था वो व्यक्ति बाहर जाके सड़क में सो जाते हैं. മക്കൾ അഭിമാനത്തോടുകൂടെ പിതാവിനെ പറ്റി പറയേണ്ട സ്ഥാനത്ത് മക്കൾക്ക് പിതാവ് ഇതാണ് എന്റെ പിതാവെന്ന് പറയാൻ നാണക്കേടുണ്ടാകുന്നു. बच्चा अपने पिता के बारे में हियाव के साथ और पापा के बारे में आदर के साथ बोलना था, लेकिन मदिरा के कारण बच्चा अपने पिता के बारे में बुराइयां बोलने लगता है. അതിനാൽ ചാഞ്ചാടി നടക്കുന്ന ആരും ജ്ഞാനിയാകയില്ല. इसलिए जो कोई उसके कारण चुप करता है वो बुद्धिमान नहीं है. ശരിയായ തീരുമാനമെടുക്കാൻ പറ്റത്തില്ല. सही निर्णय नहीं ले पाते हैं. നമ്മൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ എവിടെയാണോ ജോലി ചെയ്യുന്നത് അവിടെ ഒന്നും ശരിയായ തീരുമാനമെടുക്കാൻ കഴിയത്തില്ല. हमारे परिवार के लिए हम लोग कोई कंपनी में कहीं भी काम करते हैं, उधर भी हम लोग ठीक से काम नहीं कर पाते हैं और कोई निर्णय नहीं ले पाते हैं. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു 9-10 വാക്യങ്ങളിൽ, ആ മദ്യം ഉപയോഗിക്കുന്ന സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കയില്ല. पगले कोरिंदी 6 अध्याय में लिखा है, पियक्कड़ वाला कभी भी स्वर्ग राज्य में प्रवेश नहीं होगा. മദ്യപാനി സ്വർഗരാജ്യത്തെ അവകാശമാക്കുകയില്ല. पियक्कड़ वाला कभी भी स्वर्ग राज्य में प्रवेश नहीं कर ഈ पाएगा. ലോകത്തിൽ നമുക്കെല്ലാം കിട്ടി, ഒത്തിരി ധാരാളം കൂട്ടുകാരെ കിട്ടി, പണം സമ്പാദിച്ചു, എല്ലാം സമ്പാദിച്ചു. പക്ഷെങ്കിൽ നമ്മളുടെ എറ്റേണൽ ഹോം, നമ്മളുടെ റിയൽ ഹോം അവിടെ എത്തിയില്ലെങ്കിൽ എത്ര വലിയൊരു ട്രാജഡിയാണത്. हमें दुनिया में रहने के समय में हमें अच्छा दोस्तों को मिल गया, पैसा मिल गया, धन संपत्ति मिल गया, लेकिन मेरा भाई बहन अगर आपको आनंद जीवन आपको नहीं मिला है तो कितना बड़ा दुर्घटना है आपका जिंदगी. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ലോകത്തിൽ വന്നിരിക്കുന്നത് ഇത് നമ്മളുടെ എന്നേക്കുമുള്ള വാസസ്ഥലമാക്കുവാൻ വേണ്ടിയല്ല. ये दुनिया हमारा हमेशा के लिए एक घर नहीं है मेरा प्यारो. ദൈവത്തിന്റെ വചനം പറയുന്നു നമ്മൾ ഇവിടെ പരദേശികളാണ്. प्रभु का वचन बताते हैं हम लोग परदेशी है यहाँ पे. യേശു ഒരിക്കൽ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങൾ എന്നിൽ വിശ്വസിപ്പീൻ, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിപ്പീൻ, ഞാൻ നിങ്ങൾക്ക് ഭവനം ഉണ്ടാക്കുവാൻ പോകുന്നു, ഞാൻ വന്ന് നിങ്ങളെ ആ ഭവനത്തിലേക്ക് കൊണ്ടുപോകും. यीशु ने कहा था, मैं तुम्हारा मन व्याकुल ना हो, मुझ पर भरोसा रखो, मैं तुम्हारे लिए जगह तैयार करने जा रहा है. जब मैं जगह तैयार करूंगा, जगह मैं बैठूंगा, वहां भी तुम भी बैठेंगे, वे तुम्हें ले जाएगा. നമ്മൾ ആ ഭവനത്തിൽ എത്തേണ്ടവരാണ്. हम लोग स्वर्गीय भवन में पहुंच
पहुंचने वाला लोग എന്നാൽ हैं। ദൈവത്തിന്റെ വചനം പറയുന്നു മദ്യപാനി ഈ ദൈവരാജ്യത്തിൽ പ്രവേശിക്കയില്ല. लेकिन परमेश्वर का वचन बताते हैं पियक्कड़ वाला कभी भी स्वर्ग राज में प्रवेश नहीं होगा। ദൈവം നമുക്ക് വേണ്ടി സ്വർഗത്തെ സൃഷ്ടിച്ചിരിക്കുകയാണ്. സ്വർഗത്തിൽ നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കിയിരിക്കുകയാണ്. परमेश्वर हमारे लिए स्वर्ग को बनाया, स्वर्ग में हमारे लिए अच्छा जगह परमेश्वर ने बना के रखा है। പ്രിയമുള്ളവരെ, നമുക്കവിടെ എത്തണം. मेरा भाई बहन, हमें उधर पहुंचना है। പലരും കരഞ്ഞുകൊണ്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്കിതിൽ നിന്ന് രക്ഷപ്പെടണം, പക്ഷെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. कई लोग ये मदिरा पीने से बताते हैं इसी बातों से मुझे छुटकारा चाहते हैं, लेकिन कैसे मुझे नहीं समझ में आता है इससे छुटकारा कैसे मिलेगा। എനിക്ക് ഡ്രഗ് അഡിക്ഷനിൽ നിന്ന്, ഈ സ്വഭാവത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം, ബട്ട് ഐ ഡോണ്ട് നോ ഹൗ, എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. वो नशा को इस्तेमाल करने वाला वो बातों से और मदिरा पीने से मुझे छुटकारा चाहिए, लेकिन मुझे नहीं मालूम कैसे मुझे मिलेगा। ഇതിൻ്റെ എഫക്ട്സ്, ഇതുകൊണ്ട് എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്, എന്താണ് ഇതുകൊണ്ട് സംഭവിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളുടെ ജീവിതത്തിൽ. इसका ये दारू पीने से, नशा इस्तेमाल करने से क्या प्रभाव पड़ेगा आपका जीवन में। അത് നമ്മളുടെ ശരീരത്തിന്, നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു. ये जो है आपका शरीर, आपका स्वास्थ्य को बिगाड़ देगा। ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് നന്നായി അറിയാവുന്ന ഒരു സ്ഥലം അതെന്റെ മനസ്സിലേക്ക് വന്നു. मैं जब ये वचन पढ़ रहा था उसी समय में एक जगह के बारे में मुझे याद आ गया। നല്ല ആരോഗ്യമുള്ള പല ആളുകൾ എന്റെ മനസ്സിലേക്ക് വന്നു. कई तगड़ा मोटा बलवान लोगों के बारे में मेरे मन में चिंता आ गया। നല്ല കഴിവുള്ള ആളുകൾ അവിടെ താമസിക്കുന്നത് ഞാൻ ഓർക്കുന്നു. अच्छा योगी लोग उसी जगह में रहते थे। എന്നാൽ 1, 2, 3, 4, 5 ഓരോ വീടുകളും എന്റെ മനസ്സിലേക്ക് വന്നപ്പോൾ മദ്യപിച്ച് ജീവിതം തകർന്നുപോയ കുടുംബങ്ങൾ തകർന്നുപോയ ചിത്രം എന്റെ മനസ്സിലേക്ക് വന്നു. लेकिन कई लोग के बारे में मैं देख रहा था, मदिरा पीने के कारण कई घर, कई परिवार बिगड़ा हुआ था, कई परिवार टूट चुका था। നല്ല ആരോഗ്യമുള്ളവർ അവിടെ ആരോഗ്യം നഷ്ടപ്പെട്ടു. अच्छा तगड़ा मोटा वाला लोग, स्वस्थ में रहने वाला लोग, सब कुछ उनका स्वस्थ खत्म हो गया। മദ്യപാനം മൂലം കരളിന് രോഗമായി. मदिरा पीने से कलेजा टूट खत्म हो गया, ആരോഗ്യം നഷ്ടപ്പെട്ടു. उनका ताकत खत्म हो गया। ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ചിന്തിക്കണം പ്രിയമുള്ളവരെ, ദിസ് ഇസ് എ ടൈം, ഈ ഒരു സമയം, ഈ സന്ദേശം നിങ്ങൾ കേൾക്കുന്നത് സാധാരണമല്ല, അസാധാരണമായ ദൈവപ്രവൃത്തി നിങ്ങളിൽ സംഭവിക്കുവാൻ വേണ്ടി ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു സമയമാണിത്. ये संदेश का समय जो है प्रभु आपके लिए का साधारण ढंग से अवसर आपको दिया गया है, इसलिए ये समय को बहुमूल समझकर आप ये वचन को सुनिएगा। പലരും ഇതൊക്കെ തുടങ്ങുന്നത് ഒരു കൂട്ടുകെട്ടിന് വേണ്ടി, ഒരു സന്തോഷത്തിന് വേണ്ടി, കൂട്ടുകാർ നിർബന്ധിച്ചപ്പോൾ തുടങ്ങിയതാണ്. कई लोग जो है नशा को इस्तेमाल करने का तरीका अपने दोस्तों के साथ शुरू किया था। ഞാൻ പറഞ്ഞ ആ സ്ഥലം, ആ ചിത്രം എന്റെ മനസ്സിലേക്ക് വരുമ്പോൾ, നല്ല പ്രായത്തിൽ, മരിക്കേണ്ട പ്രായത്തിലൊന്നുമല്ല, 40, 50, 60 വയസ്സുകളിൽ ആരോഗ്യമുള്ളവർ മദ്യപാനം നിമിത്തമായി ലോകം വിട്ട് കടന്നുപോയ ചിത്രം എന്റെ മനസ്സിലുണ്ട്. मैं उसी जगह के बारे में याद कर रहा हूँ, उसी जगह में रहने वाला तगड़ा मोटा बहुत ताकत वाला लोग, जिनका उम्र जो है 45-50 तक था, वे सारे लोग दारू पीने के कारण, नशा इस्तेमाल करने के कारण दुनिया छोड़ के चले गया। മദ്യപാനത്തിന്റെ ആസക്തി നമ്മുടെ സമ്പത്തിനെ നശിപ്പിക്കുന്നു. मेरा प्यारो, मदिरा का शक्ति जो है हमारा धन को खत्म कर देता है। ഇന്ന് ആദ്യത്തെ സന്ദേശം നൽകിയ വിനോദ് സഹോദരന്റെ പിതാവ് തന്റെ മാതാവ് 1.5 കിലോ സ്വർണവുമായിട്ടാണ് തന്റെ വിവാഹത്തിന് ശേഷം വീട്ടിലേക്ക് വന്നത്. आज कुछ समय पहले प्रजा सुन रहा था, ब्रदर विनोद वेंकटरामन जी का पापा जो है, मम्मी जो है, उनका घर से शादी होने के बाद 1.5 किलो सोना लेके ससुराल में चले गए थे। 1.5 കിലോ സ്വർണവുമായി വീട്ടിലേക്ക് വന്ന മാതാവ്, തന്റെ ഭാര്യ, 1.5 किलो सोना के साथ ससुराल में गया हुआ एक स्त्री, പിതാവിന് നല്ല ജോലി, उनका पिता को अच्छा नौकरी था। പിതാവ് കൂട്ടുകാരുമായി ചേർന്ന് ചെറിയ മദ്യപാനം തുടങ്ങി. पिताजी जो है दोस्तों के साथ थोड़ा से पीना शुरू किया था। മെല്ലെ മെല്ലെ മദ്യപാനം വർദ്ധിച്ചു. थोड़े एक दिन बीतने के बाद और मदिरा पीना शुरू कर दिया, आगे बढ़ते गया। 1.5 കിലോ സ്വർണവും വിറ്റ് മദ്യപിച്ചു. 1.5 किलो सोना बेचकर दारू पीना शुरू किया। സ്ഥലം മുഴുവൻ വിറ്റ് മദ്യപിച്ചു. अपना जमीन बेच करके दारू पीना शुरू किया। ശരീരത്തിന്റെ ആരോഗ്യം നഷ്ടപ്പെടുത്തി മദ്യപിച്ചു. उनका स्वस्थ खत्म होने तक पीते रहा। മദ്യപാനം നമ്മുടെ ആരോഗ്യത്തെ, നമ്മുടെ സമ്പത്തിനെ, ആരോഗ്യത്തെ നഷ്ടപ്പെടുത്തുന്നു. मेरा भाई बहन, मदिरा आपका परिवार को, मदिरा आपका स्वास्थ्य को खत्म कर देगा। അത് നമ്മുടെ കുടുംബത്തെ, കുടുംബ ബന്ധങ്ങളെ തകർക്കുന്നു. मदिरा जो है, नशा जो है, आपका परिवार को, आपका रिश्ता को तोड़कर खत्म कर देगा। കുടിച്ചിട്ട് വരുന്ന ഭർത്താവ് ഭാര്യയെ മർദ്ദിക്കുന്നു. पीने वाला पति अपने पत्नी को मारते हैं, पीटते हैं। അനേക വീട്ടിൽ
വീട്ടിലെ അനേക ഭാര്യമാർ അവർ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞു. कई घर में मम्मी पत्नी लोग आत्महत्या करती है. ആ ഒരു നിമിഷത്തിൽ ചെയ്തു പോയ ആ കാര്യങ്ങൾ അതാ ഭർത്താവിനെ പലപ്പോഴും ജയിലിലേക്ക് നയിക്കുന്നു. एक समय के लिए किया हुआ गलती के कारण पति जो है बंदीगृह में जेल में जाना पड़ता है. തങ്ങളെ നോക്കുവാൻ തങ്ങളെ പരിപാലിക്കുവാൻ മാതാവും പിതാവും ഇല്ലാത്ത കുഞ്ഞുങ്ങൾ, ഓർഫൻസ് ആയ കുഞ്ഞുങ്ങൾ. कई अनाथ बच्चे हो गया जो मदिरा के कारण पापा मम्मी पूरा दुनिया छोड़ के चले गए. നമ്മുടെ ആരോഗ്യത്തെ, നമ്മുടെ സമ്പത്തിനെ, നമ്മുടെ ബന്ധങ്ങളെ തകർക്കുന്ന ഈ സ്വഭാവങ്ങൾ, नशा मेरा प्यारो आपका ताकत को, आपका परिवार को, आपका रिश्ता को खत्म कर देगा. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് നമ്മുടെ നിത്യതയെ, അത് നമ്മൾക്ക് നിത്യതയിലേക്കുള്ള പ്രവേശനത്തെ നിഷേധിക്കുന്നു, തകർക്കുന്നു. सबसे महत्वपूर्ण बात यह है मेरा भाई बहन, मदिरा जो है, नशा जो है, अनंत काल का जीवन से आपको अलग करवा देगा. മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു. पियक्कड़ वाला कभी भी स्वर्ग राज्य में प्रवेश नहीं करेगा करके प्रभु का वचन बताते हैं. ഈ സന്ദേശം കേൾക്കുമ്പോൾ മദ്യപാനമായിരിക്കും, മറ്റെന്തെങ്കിലും സീക്രട്ട് സിൻസ് ആയിരിക്കും, ആർക്കും അറിയാത്ത എന്തെങ്കിലും അങ്ങനെയുള്ള സ്വഭാവങ്ങളായിരിക്കും. ഇന്ന് നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? ആ സ്വഭാവത്തിൽ നിന്ന് ഇന്ന് ദൈവം നിങ്ങളെ എന്നേക്കുമായി വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നു. आज मेरा वचन सुनने वाला आप में से कई लोग, कुछ लोग शायद मदिरा नहीं पीते होंगे, दारू नहीं पीते होंगे, लेकिन ऐसे कई पाप जो चुपचाप आप करते होंगे, आज वचन के द्वारा परमेश्वर ये पाप को चुपचाप करने वाला पाप से छुटकारा दे रहा है. ജീവിതത്തെ മുഴുവൻ തകർക്കുന്ന ഇത്തരം സ്വഭാവങ്ങളിൽ നിന്ന് എങ്ങനെ എനിക്ക് തിരിച്ചു വരാം? ഹൗ ക്യാൻ ഐ ബി റിസ്റ്റോർഡ്? എനിക്ക് എങ്ങനെ തിരിച്ചു വരുവാൻ കഴിയും? आपका जिंदगी को चकनाचूर करने वाला हमें ये नशा का वो बंधन से कैसे मैं वापस आ सकता है, कैसे मैं प्रभु के पास आएंगे? എനിക്കൊരു കൗൺസിലിംഗ് തരാൻ ആരുണ്ട്? मुझे एक परामर्श देने वाला कोई है क्या? എന്നെ സഹായിക്കുവാൻ ആരുണ്ട്? मुझे सहायता करने वाला कोई है? ലോകപ്രസിദ്ധനായ ഒരു മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞതോർക്കുന്നു, ലോകത്തിലെ ഏറ്റവും നല്ല കൗൺസിലിംഗ് ബുക്കാണ് വിശുദ്ധ വേദപുസ്തകം, ദൈവത്തിന്റെ വചനം. दुनिया का सबसे बड़ा एक मनोवैज्ञानिक ने इसी प्रकार कहा, दुनिया का सबसे अच्छा परामर्श देने का योग्य एक ही किताब है, वो ही है पवित्र शास्त्र बाइबल. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ഒരു വാക്ക് ദൈവത്തോട് പറയാൻ കഴിയുമോ? നിങ്ങളെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഹൃദയ വിചാരങ്ങളെ ദൂരത്ത് നിന്നറിയുന്ന യേശുവിനോട് ഒരു വാക്ക് പറയാൻ കഴിയുമോ? എനിക്ക് ഇതിൽ നിന്നും മോചനം വേണം. ഇന്ന് ഞാൻ ഈ കേൾക്കുന്ന സന്ദേശം എന്നോട് ദൈവത്തിൻ്റെ വചനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കിതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ഹൃദയത്തിൽ നിന്നൊരു വാക്ക് പറയുവാൻ കഴിയുമോ? जगह क्या बैठ के सुन रहा है, उधर बैठ करके अब इसी प्रकार कहेगा, ओ प्रभु मुझे ये मदिरा पीने का स्वभाव से, नशा इस्तेमाल करने का स्वभाव से, पाप का जिंदगी से मुझे छुटकारा चाहिए, प्रभु आप मुझे मदद कीजिए. ऐसे आप प्रार्थना करेगा, प्रभु आज आपका जो में काम करेगा. നമ്മുടെ ജീവിതത്തെ തകർക്കുന്ന ഇത്തരം ചില സ്വഭാവങ്ങളിൽ ഇന്ന് ദൈവം നമ്മളെ രക്ഷിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. आपका जिंदगी को खत्म करने वाला इसी प्रकार का बातों से परमेश्वर आज आपको छुटकारा देने जा रहा है. നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് സറണ്ടർ ചെയ്യുവാൻ കഴിയുമോ? ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ജീവിതത്തെ ഒന്ന് സമർപ്പിക്കുവാൻ കഴിയുമോ? के अपना जिंदगी, के अपना जीवन यीशु मसीह के हाथों में, प्रभु के हाथों में समर्पण कर सकता है क्या? ഒരു തീരുമാനം എടുക്കുവാൻ കഴിയുമോ? എനിക്ക് ഇതിൽ നിന്ന് മോചനം വേണം. कि आज एक निर्णय लेंगे, आज मुझे इसी परिस्थिति से छुटकारा എന്റെ चाहिए. ജീവിതത്തെ, എന്റെ കുടുംബത്തെ, എന്നെ എല്ലാ രീതിയിലും തകർക്കുന്ന ഈ സ്വഭാവങ്ങളിൽ നിന്ന് എനിക്കൊരു റിസ്റ്റോറേഷൻ വേണം, എനിക്കൊരു മടങ്ങി വരവ് വേണം. मेरा जिंदगी को खत्म करने वाला, मेरा परिवार को चकनाचूर करने वाला, इसी नशा पदार्थ को इस्तेमाल करने वाला स्वभाव से मुझे एक नवीकरण चाहिए. वे प्रभु मुझे पुनर्स्थापना कर दीजिए. अगर आप प्रार्थना करेंगे, എന്റെ തകർച്ചകളിൽ നിന്ന് എനിക്ക് മോചനം വേണം. मेरा टूटा हुआ अवस्था से मुझे छुटकारा चाहिए प्रभु. നമ്മുടെ തകർച്ചകളെ മാറ്റുവാൻ വേണ്ടി 2000 വർഷങ്ങൾക്ക് മുൻപ് തകർക്കപ്പെട്ട യേശു ക്രിസ്തു आपका टूटा हुआ अवस्थाओं को छुड़ाने के लिए 2000 साल पहले यीशु मसीह संसार में आया. നമ്മുടെ ജീവിതത്തിന്റെ പരാജയങ്ങളെ മാറ്റുവാൻ വേണ്ടി ഒരു തരത്തിൽ പരാജയപ്പെട്ടവനെ പോലെ ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്ന യേശു ക്രിസ്തു हमारा पराजय को हटाने के लिए जो पराजित पाया हुआ व्यक्ति के समान यीशु मसीह काल्वरी क्रूज पर आमेन अपना जीवन कुर्बान किया. എനിക്കും നിങ്ങൾക്കും കഴിയാത്തതിനെ സാധിക്കുവാൻ വേണ്ടി യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുൻപ് ഈ താണലോകത്തിലേക്ക് കടന്നു വന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. हम और आपसे नहीं हो सकता था. ऐसे बातों को पूरा करने के लिए प्रभु यीशु मसीह 2000 साल पहले स्वर्गीय महिमा छोड़कर यह धरती पर आया. ആ യേശുവിന് ഇന്ന് നിങ്ങളെ രക്ഷിക്കുവാൻ കഴിയും. वो यीशु आज आपको छुड़ाएगा. നിങ്ങൾ ആഗ്രഹിച്ചിട്ടും കഴിയാത്ത
കഴിയാതെ ഇരുന്ന ആ കാര്യം ഇന്ന് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുകയാണ്. अब चाहते हैं कई बातें लेकिन नहीं हो पा रहा है, ऐसे बातों को प्रभु आज करने जा रहा है. നിങ്ങളുടെ ജീവിതത്തെ കർത്താവിന്റെ ശ്രദ്ധയിൽ സമർപ്പിക്കാൻ കഴിയുമോ? क्या आप अपना जिंदगी यीशु के हाथों में देख के समर्पण करेंगे? മദ്യപാനമായിരിക്കും, അതുപോലെയുള്ള മറ്റെന്തെങ്കിലും സ്വഭാവമായിരിക്കും. शायद मदिरा पीने का स्वभाव, नहीं तो कई प्रकार के बुराइयां आपके जीवन में होंगे. എത്ര മാസത്തെ കോഴ്സ് എടുത്താൽ ഈ മദ്യപാനത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ കഴിയും? कितना दिन का, कितना सप्ताह का दवा लेने से ये छुटकारा मुझे मिलेगा ये दारू पीने के स्वभाव से? ഏതൊക്കെ മരുന്ന് കഴിച്ചാൽ എനിക്ക് രക്ഷപ്പെടാൻ കഴിയും? कौन सा दवा खाने से ये मदिरा पीने का स्वभाव मुझसे हटेगा? പ്രിയമുള്ളവരെ, ഇന്ന് ദൈവത്തിന്റെ സന്ദേശം കേൾക്കുന്ന ഈ സമയം നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ ആ നിമിഷത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം വരുത്തുവാൻ ദൈവത്തിന് കഴിയും. आज ये वचन सुनने का समय में आप अपना दिल से एक निर्णय लेंगे. आपका निर्णय के द्वारा परमेश्वर आपका जीवन में चमत्कार करेगा. अभी ഇതിനു മുൻപ് ദൈവജനം സംസാരിച്ച വിനോദ് ബോധന്റെ പിതാവിനെ പറ്റി പറയുകയുണ്ടായി. इससे पहले प्रभु का वचन बताया हुआ विनोद सर का पापा के बारे में हम लोग आपसे बताया था. മദ്യപിച്ചതിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു. दारू पीने के कारण उनका स्वास्थ्य खत्म हो गया. ഡോക്ടർമാർ തന്നോട് പറഞ്ഞു ഇനി 3 മാസം കൂടെ ആരോഗ്യം നിനക്ക് ജീവനുള്ളൂ. डॉक्टर ने उनका पापा से कहा था अब सिर्फ 3 महीना आप दुनिया में जीवित रहेंगे. മദ്യപാന നിമിത്തം ശരീരത്തിന്റെ അവയവങ്ങളൊക്കെ തകർന്നിരിക്കുകയാണ്. वो दारू पीने के कारण उनका आंतरिक अवयव, आंतरिक जो अंग जो है पूरा खत्म हो गया. തന്റെ പണമൊക്കെ നഷ്ടപ്പെട്ടു. उनका पैसा खत्म हो गया. തനിക്കുണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു. उनका सारे उनका नौकरी सब छूट गया. കുടുംബ ബന്ധം നഷ്ടപ്പെട്ടു. उनका पारिवारिक रिश्ता खत्म हो गया. തന്റെ ഭാര്യയ്ക്ക് അവസാനം ഒരൊറ്റ ആഗ്രഹമായിരുന്നു. उनका पत्नी को सिर्फ एक ही इच्छा था. ഈ മനുഷ്യനെയും കൊല്ലണം, എനിക്കും മരിക്കണം. उनका पत्नी ऐसे कहने लगी, ये मेरा पति को मैं मार डालूंगी और मैं भी खुद मर जाऊंगी. ഈ മനുഷ്യന്റെ മദ്യപാനം എന്നെ തകർത്തു. इनका दारू पीने का स्वभाव जो है, इनका पियक्कड़ स्वभाव मुझे खत्म कर दिया. എനിക്ക് മരിക്കണം. मुझे मरना है. അങ്ങനെ തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് യേശുവിന്റെ പ്രത്യക്ഷത. इसी प्रकार उनका जो पत्नी निर्णय लेके बैठी थी, उसी समय में प्रभु का दर्शन उनका सामने हुई. താനൊരു ദൈവദാസനെ സന്ദർശിച്ചു. उन्होंने एक प्रभु का दास के साथ मुलाकात हुआ. ആ ദൈവത്തിന്റെ ദാസൻ തന്നോട് സംസാരിച്ചു. प्रभु का दास से मुलाकात होने के बाद प्रभु का दास उनसे कहने लगा, ജീവിതത്തിൽ ആദ്യമായി താൻ ഒരു ദൈവിക സന്ദേശം കേൾക്കുക. जिंदगी में पहले बार एक प्रभु का वचन उनको सुनने में अवसर मिला. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എത്ര മാസം വേണം, इसलिए मैं എത്ര കോഴ്സ് എടുക്കണം, आपसे पूछा था कितना महीना चाहिए छुटकारा के लिए, कितना दवा खाना चाहिए चंगाई के लिए. ആദ്യമായി ദൈവിക സന്ദേശം കേട്ടു. सबसे पहले बार वो पियक्कड़ वाला उनका पिता जो है ये प्रभु का वचन सुना. ആ സന്ദേശത്തിന് മുൻപിൽ താൻ ഈ ദൈവസന്നിധിയിൽ തന്റെ ജീവിതത്തെ സമർപ്പിച്ചു. वो वचन का सामने अपने जिंदगी को समर्पण किया. എന്നും മദ്യപിച്ചുകൊണ്ടിരുന്ന ആ മനുഷ്യൻ, ആ വ്യക്തിയുടെ മദ്യപാനം അന്ന് അവിടെ വെച്ച് അവസാനിച്ചു. उस समय तक दारू पीने वाला व्यक्ति जो है उसी क्षण में अपना दारू पीने का स्वभाव से उन्होंने गुड बाय बोल दिया, खत्म कर दिया. എന്തുകൊണ്ടാണ് ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുന്നത്? आज क्यों आप ये वचन सुन रहा है? നമ്മുടെ ജീവിതത്തെ സമൂലം മാറ്റുവാൻ കഴിയുന്ന ദൈവം, आपका जिंदगी को पूरा परिवर्तन करने वाला एक परमेश्वर, നമ്മുടെ ജീവിതത്തിന് വ്യത്യാസം വരുത്തുവാൻ കഴിയുന്ന आपका ദൈവം. जिंदगी को परिवर्तन लाने वाला एक നിങ്ങൾ प्रभु. പരിശ്രമിച്ചിട്ടും കഴിയാതെ ഇരുന്നത് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചെയ്യുകയാണ്. आप बहुत बार कोशिश किया फिर भी नहीं हो पाया, लेकिन आज आपके लिए प्रभु करने जा रहा है. ജയപ്രകാശിന്റെ സാക്ഷ്യം നിങ്ങൾ കേട്ടു. जयप्रकाश जी का गवाही आपने सुना था. വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ല, कई सालों से बच्चा नहीं था. തനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ലെന്ന് ആളുകൾ തന്നോട് പറഞ്ഞു. और कई लोगों ने बताया, डॉक्टर ने बताया इनका बच्चा नहीं होगा, പക്ഷെ താൻ പ്രാർത്ഥിച്ചു. लेकिन उन्होंने प्रार्थना किया. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ദൈവം, प्रार्थना को उत्तर देने वाला परमेश्वर, നമ്മുടെ ശരീരത്തിൽ മാറ്റം വരുത്തുവാൻ കഴിയുന്ന ദൈവം, हमारे शरीर में परिवर्तन लाने वाला परमेश्वर, നമ്മുടെ മനസ്സിനെ മാറ്റുവാൻ കഴിയുന്ന ദൈവം, हमारा मन को परिवर्तन लाने वाला प्रभु, നമ്മുടെ ചിന്താഗതികൾക്ക് മാറ്റം വരുത്തുവാൻ കഴിയുന്ന ദൈവം, हमारा सोच विचार को परिवर्तन लाने वाला നമ്മുടെ परमेश्वर, സ്വഭാവങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ കഴിയുന്ന ദൈവം, हमारा स्वभाव में परिवर्तन लाने वाला प्रभु. നമ്മൾ എന്തിനാണ് ഒന്നാം സ്ഥാനം നൽകിയിരുന്നത്, അത് ആ ചിന്തകളൊക്കെ ആ ഒന്നാം സ്ഥാനങ്ങളൊക്കെ മാറ്റുവാൻ കഴിയുന്ന ദൈവം, हम जो बातों के लिए प्रथम स्थान दिया था वो बातों से आपका मन को हटा
बनाने वाला एक सर्वशक्तिमान परमेश्वर। എല്ലാവർക്കും അപമാനമായിരിക്കുന്ന നമ്മളെ മറ്റുള്ളവർക്ക് അഭിമാനമാക്കുവാൻ കഴിയുന്ന ദൈവം. आप सभी लोगों के सामने हम निंदा बनते थे, निंदक होते थे, लेकिन आपको आदर करवाने वाला परमेश्वर। നമ്മുടെ നിരാശകളെ മാറ്റി നമ്മളെ സന്തോഷത്തിന്റെ വസ്ത്രം ഉടുപ്പിക്കുവാൻ കഴിയുന്ന ദൈവം. आपका निराशा को हटाकर अब खुशी का वस्त्र पहनाने वाला परमेश्वर। ഈ നിമിഷങ്ങളിൽ ആ ദൈവം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. इसी वक्त वो ही परमेश्वर आपसे बातें कर रहा है। നമ്മൾ ഒത്തിരി സന്ദേശങ്ങൾ കേട്ടിട്ടുണ്ട്. आप शायद कई संदेश सुनते होंगे, പക്ഷെ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. लेकिन आज परमेश्वर का वचन आपसे बता रहा ഇത് है, നിങ്ങളുടെ നിമിഷമാണ്. ये समय आपका समय है। ഈ സന്ദേശം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ये भाई ये संदेश आपके लिए है, നിങ്ങളുടെ വിടുതലിന് വേണ്ടി, आपका छुटकारा के लिए, നിങ്ങളുടെ റിസ്റ്റോറേഷന് വേണ്ടി, आपका पुनर्स्थापना के लिए, നഷ്ടപ്പെട്ടത് തിരിച്ചു തരുവാൻ വേണ്ടി, जो आपसे नष्ट हुआ वापस देने के लिए, മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാകുവാൻ, दूसरों के लिए आशीष का कारण बनने के लिए। നിങ്ങളുടെ സാക്ഷ്യം കേട്ട് മറ്റുള്ളവർ വിടുവിക്കപ്പെടും. आपका गवाही सुन के कई लोग छुटकारा पाएगा, മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടും. कई लोग आशीष पाएगा। അബ്രഹാമിനെ അനുഗ്രഹിച്ചു മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കിയ ദൈവം, जो परमेश्वर अब्राहम को आशीष देके दूसरों का आशीष के कारण बनाने वाला परमेश्वर, ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മളെ സമർപ്പിക്കാം. वो ही परमेश्वर के सामने क्या अब अपना जीवन को समर्पण करेंगे? യേശുവിന്റെ മുൻപിൽ നമുക്ക് മുട്ടുകളെ മടക്കാം. यीशु मसीह के सामने अपना घुटना टेकेंगे। യേശു എന്നെ വിടുവിച്ചു, യേശു എന്റെ ഭർത്താവിനെ സൗഖ്യമാക്കി, യേശു എന്റെ മകനെ വിടുവിച്ചു, യേശു എന്റെ ബന്ധക്കാരനെ സൗഖ്യമാക്കി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എന്നുള്ള സാക്ഷ്യത്തിന്റെ വചനങ്ങൾ ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. യേശുവേ, ओ मेरे पिता, मेरे पापा का, मेरे पति का, मेरे घर का समस्या का समाधान यीशु मसीह ने दिया है। मेरे परिवार को परमेश्वर ने छुड़ाया। इसी प्रकार का गवाही सुनने के लिए प्यारे लोगों को सहायता कीजिए प्रभु। ഓ യേശുവിന്റെ നാമത്തിൽ വിടുതൽ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യം, यीशु मसीह के नाम से चंगाई, यीशु मसीह के नाम से छुटकारा, യേശുവിന്റെ നാമത്തിൽ റിസ്റ്റോറേഷൻ, यीशु मसीह के नाम से पुनर्स्थापना, യേശുവിന്റെ നാമത്തിൽ പുതിയ ജീവിതം, യേശുവിന്റെ നാമത്തിൽ നിരാശകൾ മാറട്ടെ. यीशु मसीह के नाम से नया जिंदगी, यीशु मसीह के नाम से तमाम निराशा दूर हो जाए। യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങൾക്ക് സൗഖ്യം, യേശുവിന്റെ നാമത്തിൽ ദേശത്തിന് സൗഖ്യം, यीशु मसीह के नाम से परिवारों को छुटकारा, यीशु मसीह के नाम से देश को चंगाई मिलने पाए। മദ്യപാന നിമിത്തം അതുപോലെയുള്ള ആസക്തികൾ നിമിത്തം തകർന്നുപോയ കുടുംബങ്ങളെ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്ന കർത്താവേ, let there be restoration in the name of Jesus. मदिरा के कारण टूटा हुआ परिवार, मदिरा के कारण नष्ट हुआ जिंदगी को पुनर्स्थापना करने वाला यीशु के हाथ में समर्पण करते हैं। യേശുവേ, ഞങ്ങൾ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഈ അവസരത്തിൽ അവിടുന്ന് കരുണ ചെയ്യണമേ, കൃപ ചെയ്യണമേ കർത്താവേ, മനസ്സലിയണമേ. यीशु मसीह हम हाथ उठाकर इसी वक्त प्रार्थना करते प्रभु जी, प्यारे लोगों का जीवन में परिवर्तन लाइए। യേശുവേ, അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. प्रभु यीशु आप हमारे प्रार्थना सुन ले, धन्यवाद।